ചോദിച്ചു ക്ഷമ. പക്ഷെ ഒരൊറ്റ കാര്യം, വടകരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസം 26-ാം തീയതിക്ക് മുമ്പ് വടകരയിലെ വോട്ടർമാരോട് ഇതാ രാഹുൽ ഗാന്ധി ക്ഷമിക്കണം വയനാടിൽ മാത്രമല്ല മത്സരിക്കുക, റായ്ബറേലിയിലും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറയാഞ്ഞത് എന്താണ്? അത് ഞങ്ങൾ ചിലപ്പം ഞങ്ങൾക്ക് അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞു. ബിക്കോസ് ഇത് എല്ലാ കാര്യവും പറയണ്ടേ? ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി അത് 4 ലക്ഷം വോട്ടിന് ആപത്ത് കാലത്ത് സഹായിച്ചൊരു മണ്ഡലത്തിലെ വോട്ടർമാരോട് ആ മത്സരിക്കാൻ വരുമ്പോൾ ഇതാ ഞാൻ വയനാടും മത്സരിക്കും, ഞാൻ ഉത്തരേന്ത്യയിൽ അമേഠി റായ്ബറേലിയിൽ ഒരു മണ്ഡലം കൂടി മത്സരിക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചില്ല? കഴിഞ്ഞ പ്രാവശ്യം 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സാധ്യത ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അവിടെ അതൊരു പ്രശ്നമല്ല. ബിക്കോസ് വയനാട്ടിലെ ആൾക്കാർ രാഹുൽ ഗാന്ധി 1 സീറ്റോ 2 സീറ്റോ അല്ലെ അവർ രാഹുൽ ജിക്കാന്ന് കൊടുക്കാൻ വോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്മൃതി ഇറാനിന് ഇവരൊരു വലിയ കാര്യമായിട്ട്, സ്മൃതി ഇറാനി ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു അടി കൊണ്ട് വീണ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുമല്ല കേട്ടോ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമില്ലല്ലോ. അടി കൊണ്ട് താഴെ കിടക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് എഴുന്നേറ്റിട്ട് അടിച്ച് താഴെ ഇട്ടവരോട് നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യം ഒന്നുമല്ലാതെ വിമൻ ആൻഡ് ചൈൽഡ് മിനിസ്റ്റർ ആണ് അവരൊരു വാക്ക് പറഞ്ഞിട്ടില്ല പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട്. എനിക്ക് ഇന്ന് അറിയണം നിങ്ങളപ്പ പ്രജ്വൽ റേവണ്ണന്റെ മേലെ ഒരു ചർച്ച ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഷമാ മുഹമ്മദ്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പോയി. പ്രജ്വൽ റേവണ്ണയുടെ വിഷയത്തിൽ ആർക്കാണ് എതിരഭിപ്രായം? പ്രജ്വൽ റേവണ്ണ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രെഡേറ്റർ, ഒരു സെക്ഷൽ പ്രെഡേറ്റർ, ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് സീറ്റ് കൊടുത്തതും സീറ്റ് അഭ്യർത്ഥിച്ചതും തെറ്റാണ്. താങ്കൾക്ക് എന്റെ അഭിപ്രായമാണ് വേണ്ടതെങ്കിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഷമാ മുഹമ്മദ്, ആ ചർച്ച നമ്മുടെ അതല്ല. ചർച്ച എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാടിനോടൊപ്പം റായ്ബറേലി മത്സരിക്കുന്നു, അതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യം കൗണ്ടർ ചോദ്യം, എന്തുകൊണ്ട് BJP-യുടെ ഇരിക്കുന്ന ഇന്നത്തെ പ്രതിനിധി ഒരു വാക്ക് പറയുന്നില്ല പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട്? അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അതിന്റെ ഒക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു സെക്ഷൽ പ്രെഡേറ്ററിന്റെ അവിടെ ഇരിക്കുന്ന അനിൽകുമാർ ഒരു വാക്ക് പറയുന്നില്ല പ്രജ്വൽ റേവണ്ണന്റെ അദ്ദേഹം പിന്തുണ കൊടുക്കുന്നതാണ്. അതിന്റെ അർത്ഥം അതല്ലേ? ഇന്നത്തെ എന്താണ് മെയിൻ ഡിസ്കഷൻ? പ്രജ്വൽ റേവണ്ണ ബ്രിജ്ഭൂഷൺ ശരൺസിന്റെ മകൻ. പിന്നെ അതാണോ ഇന്നത്തെ ഡിസ്കഷൻ ഷമാ മുഹമ്മദ്? രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രജ്വലും റേവണ്ണയും 2 ഉദാഹരണങ്ങളാവുന്നത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് കർണാടകയിൽ വന്ന് രാഹുൽ ഗാന്ധി മൽസരിക്കണം. ഇതാ പ്രജ്വൽ റേവണ്ണയുടെ പാർട്ടി മത്സരിക്കാൻ പോകുന്ന 14 ഇടങ്ങളിൽ, BJP-യുമായുള്ള 14 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയമായ നൈതികതയുണ്ട്. കർണാടകയിലല്ലോ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. സേഫ് സോണായ റായ്ബറേലിയിൽ അതിന്റെ നോമിനേഷൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? മറ്റന്നാളല്ലേ അവിടുത്തെ നോമിനേഷൻ ഇപ്പൊ അല്ലല്ലോ, അതിന്റെ നോമിനേഷൻ മുമ്പേ അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഒരു ആങ്കർ അല്ലേ? ഡിസംബർ 6-ാം തീയതി പുറത്തു വന്ന വിവരമാണ് ഷമാ മുഹമ്മദ് തന്നെ പറയുന്നു. പ്രജ്വൽ റേവണ്ണയുടെ വിവാദം കർണാടകയിലെ കോൺഗ്രസുകാർക്ക് അറിയാമായിരുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നെങ്കിൽ കർണാടക കൂടി മത്സരിക്കണം. എന്തിനു പാവം വയനാട്ടിൽ വന്ന ആദിരാജിയോട് മത്സരിക്കാൻ നിന്നു ഷമാ മുഹമ്മദ്? പ്രജ്വൽ റേവണ്ണ എന്ന സെക്ഷൽ പ്രെഡേറ്ററെ നേരിടാൻ ഹാസനിൽ പോയി മത്സരിക്കാൻ എന്തായിരുന്നു തടസ്സം? ഞാൻ മറുപടി പറയുന്നത്, പ്രജ്വൽ റേവണ്ണന്റെ ഞാൻ പറയാം, ഡിസംബർ 8 വന്ന് നമുക്കെല്ലാവരും അറിയാം ദേവരാജ് ഗൌഡക്ക് ആ കത്ത് കൊടുത്തത്. ദേവരാജ് ഗൌഡന്റെ ഡ്രൈവർ ഇന്നലെ പറഞ്ഞിരിക്കാൻ ഞാൻ മാജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിട്ട് പറയും സത്യം. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നേതാവിനും അറിഞ്ഞിട്ടില്ല ഞാൻ കൊടുത്ത കത്ത് ദേവരാജ് ഗൌഡക്കാന്ന്. യെദ്യൂരപ്പയുടെ മകൻ അറിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ എല്ലാ നേതാവും. അത് ദേവരാജ് ഗൌഡ കത്തുണ്ടല്ലോ. നമുക്ക് ആ ചർച്ചയ്ക്ക് അധികം ദൂരം പോരാൻ കഴിയില്ല, നമ്മുടെ ചർച്ച വിഷയവും അതല്ല. പക്ഷേ ഷമാ മുഹമ്മദ്, പ്രജ്വൽ റേവണ്ണയുടെ വിഷയവും രാഹുൽ ഗാന്ധിയിലെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ നിങ്ങൾ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ബന്ധിപ്പിക്കുന്നത്, ഞാൻ പറയുന്നത് അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി അവിടുന്ന് മത്സരിക്കാൻ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചർച്ച ചെയ്യാം? നരേന്ദ്രമോദി വിഷയം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വമാണ്. വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിച്ചോ എന്ന സ്റ്റേറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ പ്രജ്വൽ റേവണ്ണയിലേക്ക് പോയി ഷമാ മുഹമ്മദ് വഴുതി മാറാതെ നേരിട്ടുള്ള ചോദ്യത്തിലേക്ക് വരൂ. വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചോ എന്ന സ്റ്റേറ്റ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഷമാ മുഹമ്മദ്. അപ്പോൾ ഉടനെ ഷമാ മുഹമ്മദ് പ്രജ്വൽ റേവണ്ണയിലേക്ക് പോകും, കുറച്ച് കഴിഞ്ഞാൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കൈസർഗഞ്ചിലേക്ക് പോകും. ഞാൻ സ്ട്രേറ്റ് ചോദ്യം ചോദിക്കുന്നത്,
ഞാൻ സ്ട്രേറ്റ് ചോദ്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി വാരണാസി പോലത്തെ സേഫ് സീറ്റ് എടുത്തു? വാ കേരളയില്, വയനാട്ടില് വാ പ്രധാനമന്ത്രി, വാ തമിഴ്നാട്ടില്, വാ കർണാടകയില്, തോറ്റു വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് വഡോദരയിലും വാരണാസിയിലും മത്സരിച്ച് വിജയിച്ച നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത്. ഇങ്ങോട്ട് വാ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ. എന്താണ് ഷമാ മുഹമ്മദ് പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? വയനാട് ലീഗിന്റെ കോട്ടയാണ്. ലീഗിന്റെ പിന്തുണയിലേക്ക് രാഹുൽ ഗാന്ധി പോലും മത്സരിക്കാൻ വരുമോ വയനാട്ടിൽ? അല്ല മോദി ഹേ തോ മുംകിൻ ഹേ, മോദി ഹേ തോ മുംകിൻ ഹേ. കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ. എന്തുകൊണ്ട് വരാത്ത കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കും? അവിടെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡിനെ തന്നെയാണ് ശശി തരൂരിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയത് കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖർ? രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നെ എന്നെ കൂടെ പറയിപ്പിക്കണ്ട ഒന്നും. രാജീവ് ചന്ദ്രശേഖറിന്റെ ഡെപ്പോസിറ്റ് പോവും അവിടെ.